നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിദ്ദിഖ് കേസിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ നല്ലൊരു അപ്രോച്ചാണ് ഉണ്ടായിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ കോടതി പറഞ്ഞേക്കുന്നത്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയേക്കാണ്. അതുകൂടാതെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിമർശിച്ചുകൊണ്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉടനെ തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനും കൂടി പറഞ്ഞേക്കാണ്. എവിടെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. സുജയ, ഉടൻ തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അന്വേഷണ സംഘത്തിന്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി തന്നെ അറസ്റ്റ് ചെയ്യാൻ, അതായത് സുപ്രീം കോടതിയിൽ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ സിദ്ദിഖ് എവിടെയാണെന്ന് അന്വേഷണ സംഘത്തിന് നിലവിൽ വിവരമില്ല എന്നുള്ളതാണ്. എന്തായാലും എച്ച് വെങ്കടേഷ് കൊച്ചി സിറ്റി പോലീസിനാണ് ഉടൻ തന്നെ സിദ്ദിഖിനെ കണ്ടെത്തി കസ്റ്റഡിയിൽ എടുക്കണമെന്നുള്ള അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു വിവരം നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി പോലീസ് അതിനുള്ള നീക്കം ആരംഭിച്ചു എന്നുള്ള വിവരം. വളരെ നല്ല ഉചിതമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എത്ര വലിയ പണക്കാരനാണെങ്കിലും, എത്ര വലിയ പവർ ഉള്ള വ്യക്തിയാണെങ്കിലും, എത്ര വലിയ സിനിമാ നടനാണെങ്കിലും അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇപ്പൊ ആരോപണ വിധേയനായി, അയാൾക്ക് അയാളുടെ നിരപരാധിത്വം ഒരു രീതിയിലും കോടതിയുടെ മുമ്പിൽ തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ നിരപരാധിത്വം എന്ന് പറഞ്ഞൊരു സാധനം തെളിയിക്കണം. നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിപ്പോവും. അതാണ് ഇപ്പൊ ഇവിടെ കോടതി ചെയ്തത്. അപ്പൊ അയാൾ വിചാരിച്ച് നൈസായിട്ട് കൂളായിട്ട് അങ്ങ് ഒഴിഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്തിട്ട് എങ്ങാണ്ട് മുങ്ങിയേക്കാണ്. വീട്ടുകളിലൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ എവിടെ പോയാലും ഉടനെ തന്നെ സുപ്രീം കോടതിയിൽ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് അയാളെ അറസ്റ്റ് ചെയ്തേക്കാനാണ് SIT പറഞ്ഞേക്കുന്നത്. ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ അടിച്ചിറക്കിയിട്ടുണ്ട്. എത്ര വലിയവനാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. ഇവിടെയാണ് നിയമവ്യവസ്ഥയുടെ ആ ഒരു പവർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പണത്തിന് മേൽ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. അങ്ങനെയല്ല, പണത്തിന്റെ മേല് നിയമം പറക്കണം. പണത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ മേല് നമ്മുടെ നിയമവ്യവസ്ഥ പറന്നുയർന്നെങ്കിൽ മാത്രമേ ഈ നാട്ടിൽ ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പണവും അധികാരവും ഒക്കെ ഉള്ളവര് പാവപ്പെട്ട സാധാരണക്കാരുടെ തലയെ കയറി നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കും. ഇതുപോലെയുള്ള വലിയ നടന്മാരും നടിമാരും ഒക്കെ തന്നെ, നടിമാരും കണക്കാണ്, വലിയ വലിയ നടന്മാരും നടിമാരും ഒക്കെ സാധാരണ ആൾക്കാരെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ ലൈംഗിക ആസക്തികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഇപ്പൊ സിദ്ദിഖ് തെറ്റുകാരനാണെന്ന് പൂർണ്ണമായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു വിധി കോടതി പറഞ്ഞത്. വളരെ നല്ല കാര്യം. ഇപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടിയെ, ആ വിക്ടിമിനെ വിമർശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വൈകി, എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്, ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യാൻ എന്തുകൊണ്ടാണ് വൈകിയത് എന്ന് പറയുന്നുണ്ട്. അതിനും കോടതി കൃത്യമായിട്ടൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അതായത് വിക്ടിം കറക്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് വൈകിയത്. ആ ഒരു സംഭവത്തിന് ശേഷം മെന്റലി ഒരുപാട് ട്രോമ അനുഭവിച്ചു, ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സയിലായിരുന്നു, പിന്നീട് പേടിയായിരുന്നു. ഇത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്കെതിരെ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു പവർ അല്ലെങ്കിൽ ധൈര്യം നമുക്ക് ഉണ്ടാകണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ആ വിക്ടിമിന് കൃത്യമായിട്ടുള്ള ഒരു ധൈര്യം വന്നു. ആ ധൈര്യത്തിന്റെ പുറത്താണ് വിക്ടിം ഇതുപോലൊരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത്. അത് കോടതി അംഗീകരിച്ചത് കൊണ്ടാണ് ഇപ്പൊ വിക്ടിമിനെ സപ്പോർട്ട് ചെയ്ത് ഈ വ്യക്തിക്ക് മുൻകൂർ ജാമ്യാപേക്ഷ തടഞ്ഞത്. ഈ സ്റ്റാച്യു ഓഫ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഒരു ക്രിമിനൽ ഒഫൻസ്, ഒരു കേസ് എത്ര നാൾ നിലനിൽക്കും, കോടതിയുടെ മുമ്പിൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാൻ എത്ര നാൾ പറ്റും എന്നുള്ളതാണ് ഈ സ്റ്റാച്യു ഓഫ് ലിമിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ റേപ്പ് പോലെയുള്ള വലിയ ക്രിമിനൽ ഒഫൻസിനൊന്നും സ്റ്റാച്യു ഓഫ് ലിമിറ്റേഷൻ ഇല്ല. അതായത് റേപ്പ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും റിപ്പോർട്ട് ചെയ്യാം. പക്ഷേ കാലതാമസം എടുക്കും തോറും ഈ ക്രിമിനൽസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് തെളിവ് നശിപ്പിക്കാൻ എളുപ്പമാണ്. പിന്നെ ഈ ബയോളജിക്കൽ സാമ്പിൾ കളക്ഷൻ, ഇപ്പൊ സെമൻ ടെസ്റ്റ്, സ്പേം ടെസ്റ്റ്, അങ്ങനെയുള്ള ടെസ്റ്റുകളൊന്നും നടക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ വിക്ടിം കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് കാലതാമസം എടുത്തത്, ഇതുവരെ കേസ് റിപ്പോർട്ട് ചെയ്യാൻ എന്തുകൊണ്ടാണ് കാലതാമസം എടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. മാത്രമല്ല വിക്ടിം കൃത്യമായിട്ട് ഓരോ കാര്യവും എണ്ണി പറയുന്നുണ്ട്. അന്ന് അയാൾ കഴിച്ച ഫുഡ് എന്താണെന്ന് വരെ വിക്ടിം പറഞ്ഞ സ്ഥിതിക്ക് വിക്ടിമിന്റെ ഭാഗത്താണ് ജെനുവിനിറ്റി. അവർ പറഞ്ഞ കാര്യമൊക്കെ തന്നെ തെളിവ് സഹിതം പോലീസും കോടതിയും കണ്ടെത്തിയ സ്ഥിതിക്ക് അയാൾ ശിക്ഷിക്കപ്പെടണം. അയാൾ ഒരു രീതിയിൽ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. എത്ര വലിയ പവർ ഉള്ള ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര വലിയ നടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊരു ഉദാഹരണമാണ്. ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ വിധി വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും ഈ നാട്ടിൽ നീതി കിട്ടും എന്ന് പറയുന്നൊരു സന്തോഷം. ഇനിയിപ്പോ എത്ര നാള് ഇതിങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. ഏതായാലും സിദ്ദിഖ് കൃത്യമായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പൂർണ്ണമായിട്ടും തെളിഞ്ഞു കഴിഞ്ഞാൽ അയാളെ അകത്തിടുക തന്നെ ചെയ്യണം. അയാൾ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം. അതിപ്പോ എത്ര വലിയവനാണ് അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാളെ പിടിക്കുക തന്നെ ചെയ്യണം. ഉടനെ തന്നെ അയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്യണം.